ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 40ൻ്റെ റിവ്യൂ ആണ്. ഇപ്പോൾ സമയം 2:17. എന്തുവാടാ നിനക്ക് ഇത്ര പണി എന്നൊക്കെ എന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്ന എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ചോദിക്കും. എന്താണ് എൻ്റെ പണിയെന്നോ എനിക്കെന്താണ് സമയം തികയാത്തതെന്നോ എനിക്ക് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ടൊന്നും പലപ്പോഴും പറ്റാറില്ല. ഇപ്പോൾ എൻ്റെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 7 മണിക്ക് അലാറം വെച്ച് ഞാൻ എഴുന്നേൽക്കും. അങ്ങനെ യൂണിഫോമൊക്കെ ഇങ്ങനെ തേച്ച് ഏകദേശമൊക്കെ ഒന്ന് മെനയാക്കി പെട്ടെന്ന് ബൈക്കും എടുത്ത് കോളേജിലേക്ക് ഒരു പിടിപ്പീരാണ്. പഠിക്കാൻ പോകണോണ്ടേ എന്തിനു വേണ്ടിയാണ് ഞാൻ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ചിട്ട് എനിക്കറിയില്ല. എനിക്ക് എപ്പോഴോ കുറച്ച് സമയം മിച്ചം കിട്ടിയെന്ന് തോന്നിയ സമയത്ത് തോന്നിയ ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വീണ്ടും പഠിക്കാൻ വേണ്ടി പോകുന്നത്. ചില്ലറ പരിപാടിയായിരുന്നില്ല, അതൊരു വല്ലാത്ത ഡിസിഷനായിപ്പോയി. ഏതായാലും ഇങ്ങനെ ഇപ്പോൾ വീട് ഇങ്ങോട്ട് മാറിയതുകൊണ്ട് രാവിലെ ഒരു 8 മണിക്ക് ഇറങ്ങണം. 8 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 9:15 ആകുമ്പം കോളേജ് ചെല്ലും. ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റാണേ, ഭക്ഷണം മുഖ്യം. അപ്പോൾ ക്യാൻറ്റീനിൽ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ 11:15 ആവാൻ വേണ്ടിയുള്ളൊരു കാത്തിരിപ്പാണ്. അതിനിടയിൽ കുറച്ച് ദിവാസ്വപ്നങ്ങൾ ഇങ്ങനെ ക്ലാസ്സിലിരിക്കുന്നു. എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ടൊന്നും പലപ്പോഴും ശ്രദ്ധിക്കാനായിട്ട് പറ്റാറില്ല. മനസ്സിങ്ങനെ പലയിടങ്ങളിലേക്ക് പോകും. 11:15 ചായയും സമോസയും അതേപോലെ തന്നെ പപ്സും ഒക്കെ കഴിച്ച് അങ്ങിരിക്കും ഉച്ചയ്ക്ക് ഊണിൻ്റെ സമയമാകാൻ വേണ്ടി. ഊണിങ്ങനെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ 3:30 ആകുമ്പോൾ ക്ലാസ് കഴിയാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും. 3:30 വീണ്ടും ബൈക്ക് എടുത്തിട്ടൊരു പറപ്പിക്കലാണ്. എന്തിനാണ് വീട്ടിൽ വരണം, വീഡിയോ ഒക്കെ ചെയ്യണം എന്നൊക്കെയുള്ള പ്ലാനൊക്കെയാണ്. എന്നാൽ ഇവിടെ വരുമ്പോഴത്തേനും ഞാനാകെ ടയർഡാവും. പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ണടയ്ക്കാമെന്ന് വിചാരിക്കും. അപ്പോഴത്തേക്ക് 6 മണിയാവും. 6 മണിയാകുമ്പോഴത്തേക്ക് പിന്നെ ഒന്നിനും സമയമില്ല, ഒരു പരിപാടിക്ക് സമയമില്ല. എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ? വൈകിട്ടത്തെ കഴിപ്പും അത് കുക്ക് ചെയ്യലും പരിപാടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ ഇടയ്ക്ക് വല്ല കമ്പ്യൂട്ടറിൻ്റെ പണി, അങ്ങനെയൊക്കെ സമയം പോകും. ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് പുതിയ സ്ഥലത്തേക്ക് കോട്ടയത്തേക്ക് മാറിയ സമയത്ത് സ്വന്തം വീട്ടിൽ കിടക്കാനായിട്ട് നമുക്ക് അവസരം ലഭിക്കാറില്ല. അതിങ്ങനെ പൂട്ടിയിട്ടേക്കാണ്. ഇങ്ങോട്ടേക്ക് മാറിയ സമയത്ത് ചില സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുണ്ടായിരുന്നു. ഒരു അലമാര, അതേപോലെ തന്നെ വാഷിംഗ് മെഷീൻ. ഇപ്പോൾ സുഹൃത്തുക്കളുടെ സഹായത്തിലാണ് നമ്മൾ നാട്ടുമ്പുറത്തൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർ ഇത് കൊണ്ടുവരണം. അപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ ഈ വലിയ അലമാര വീട്ടിലേക്ക് കയറുന്നില്ല. ഇത് 3 പാളികളുള്ള ഒരു സ്റ്റീലിൻ്റെ അലമാരയാണ്. അപ്പം എനിക്കാണെങ്കിൽ പേടിയായി. കൂട്ടുകാരൊക്കെ ആണെന്ന് പറഞ്ഞാലും നമ്മൾ അവരുടെ ഒരു സേഫ്റ്റിയും കൂടെ നോക്കണമല്ലോ. അപ്പം അമാരെല്ലാം ഉള്ളതുകൊണ്ട് നമ്മളിത് ടെറസ് വഴി വലിച്ച് കയറ്റി ഷെയ്ഡിലേക്ക് ഒരു വലിയ അലമാര എടുത്ത് വെച്ച് അവിടെ 2 പേര് നിന്ന് അത് ടെറസ് വഴിയൊക്കെ വലിച്ച് കയറ്റി. എനിക്കിത് വലിച്ച് കയറ്റുന്ന സമയത്തും പേടിയാണ്. ഇവർക്കും എല്ലാം എന്തെങ്കിലും താഴെ വീണ് പറ്റിക്കഴിഞ്ഞാൽ ഞാൻ സമാധാനം പറയണ്ടേ? കുട്ടികളൊക്കെ അല്ലേ, നമ്മുടെ കൂടെയൊക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെയാണ് ഇപ്പോഴത്തെ കമ്പനിക്കാർ. അതിൽ രസമാണ്. ഇങ്ങനെയൊക്കെ ഓരോരോ പരിപാടികളാണ് ഓരോ ദിവസവും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ഫാമിലിയൊക്കെ ഇവിടെ അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടി വരും. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് മുൻകൈ എടുത്ത് നമ്മൾ ഇറങ്ങേണ്ടി വരും. മൂത്ത ചേട്ടനായിട്ട് ഒത്തിരിയധികം പെങ്ങന്മാർക്ക് മുന്നിൽ ആക്ട് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ കുറേയധികം പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ ഒരു ചേട്ടനായതുകൊണ്ട് കാരണവന്മാർക്ക് എന്നെ പിടിച്ച് അവിടെ ഇവിടെയൊക്കെ നിർത്തേണ്ടതുണ്ട്. അങ്ങനെയുള്ള കുറേയധികം പരിപാടികൾ. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനായിട്ടൊന്നും അവരെ കൊണ്ട് പറ്റത്തുമില്ല. ഞാനതൊട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അവരെ കോംപ്ലിക്കേറ്റഡ് ആക്കാറുമില്ല. അപ്പം നിനക്കെന്നാടാ പണി എന്നൊക്കെ ചോദിച്ച് കഴിയുമ്പോഴത്തേന് ഞാൻ പറയും പണിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് പോകും. ഇത് കേൾക്കുന്ന ചില ആളുകൾ വിചാരിക്കും ജെബി ഒരു മിടുക്കനും തന്നെ ഒത്തിരിയധികം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ അതിനകത്ത് വേറൊരു ടിസ്റ്റുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്യുന്നത് വല്ലതും വൃത്തിക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൊണ്ട് നമ്മൾ ആലോചിക്കണം. രാവിലെ കെട്ടി ഒരുങ്ങി കോളേജിൽ പോകുന്നുണ്ട്, ഒരു കാര്യമില്ലല്ലോ എന്ന് ചില സമയത്ത് എനിക്ക് തോന്നും. അതേപോലെ തന്നെ യൂട്യൂബ് ചാനലുണ്ട്. ആളുകൾ വിചാരിക്കും യൂട്യൂബറല്ലേ, നല്ല പൈസയൊക്കെ ഉണ്ടാവും. കൃത്യമായിട്ട് വീഡിയോ ഒക്കെ ഇടണം, നല്ല കണ്ടൻറ്റൊക്കെ റിസർച്ച് ചെയ്തിട്ട് വ്യൂ ഒക്കെ നോക്കി ചെയ്യണം. അതിനുവേണ്ടി മെനക്കെടാറില്ലാത്തതുകൊണ്ട് അതും ഒരു ശോകം. എല്ലാം ഉണ്ട് എന്നാൽ ഒന്നും മെനക്കില്ല എന്ന് പറയുന്നൊരവസ്ഥ. എന്താണെങ്കിലും ഞാനതിലൊരു ആസ്വാദനമൊക്കെ കണ്ടെത്തുന്നുണ്ട്, വിഷമമൊന്നുമില്ല. ഏതായാലും ഞാൻ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചിട്ട് പറയാം. ഇതിനിടയിൽ ഞാൻ ഈ ബിഗ് ബോസിനെ കുറിച്ചിട്ടൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കും ക്ലാസ്സിലിരിക്കുന്ന സമയത്ത്. ഞാനെന്നാൽ അവരുടെ ഗെയിം എന്താണ് അങ്ങനെ, എന്നാൽ അവരുടെ ഒരു അവസ്ഥ അതിഭീകരം തന്നെ. ഒനിലിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് എനിക്കാണെങ്കിൽ ഇന്ന് പകലിരുന്നിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഒനിൽ കരഞ്ഞ വിഷ്വലൊക്കെ ഞാൻ കണ്ടത്. ഞാൻ ഈ സാധനം റെക്കോർഡിങ്ങിന് ഇട്ടിട്ടാണ് പോകുന്നത്. തിരിച്ച് വരുമ്പോഴത്തേന് ഞാനത് ഫുള്ളിങ്ങനെ ഓടിച്ചു ഇങ്ങനെ നോക്കും. അപ്പോഴത്തേക്ക് ഒനിൽ അങ്ങ് പൊട്ടിക്കരയുന്നു. ബിഗ് ബോസിനോട് പെർമിഷനൊക്കെ ചോദിച്ചിട്ടാണ് കരഞ്ഞത്. എപ്പിസോഡിൽ അത് കാണിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു, പെർമിഷൻ ചോദിച്ചു തോന്നും. ഞാനൊന്ന് കരഞ്ഞോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളി അങ്ങോട്ട് കരയാണ്. പാവം ചെങ്ങായി. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ലക്ഷ്മി, അവരുടെ സ്വഭാവം എന്താണെന്നുള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞു. ഈ മസ്താനിയെ നമ്മൾ ചെറിയ രീതിയിൽ അവരുടെ ഒരു സൈഡും കൂടെ ഒന്ന് അംഗീകരിക്കേണ്ടതുണ്ട്. ഒനിൽ വീണ് പോവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു റിഫ്ലെക്സ് ആക്ഷനിലാണ് മസ്താനിയെ സ്പർശിക്കുന്നത്, തൊടുന്നത്. മസ്താനിക്കും ഒരു റിഫ്ലെക്സ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ടച്ചിങ് തനിക്ക് വരുന്നത്. അയാൾ വീഴാൻ വേണ്ടി പോയ സമയത്ത് പിടിച്ചതാണ് എന്നുള്ളതല്ല. ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നമ്മൾക്ക് ആർക്കൊക്കെ ആണെന്ന് പറഞ്ഞാലും
ഒരാൾ പിടിക്കുന്ന സമയത്ത് അത് അറിയാതാണെങ്കിൽ കൂടെ ഒരു അസ്വാഭാവികത ഫീൽ ചെയ്യും, ഒരു 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 ഫീൽ അടിക്കും. ആ ഒരു ഫീലിനെ കുറിച്ചിട്ടാണ് മസ്താനി ലക്ഷ്മിയോട് പറഞ്ഞത്. പക്ഷേ ലക്ഷ്മിക്ക് അത് ട്രിഗറായി. അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അവരെ ട്രിഗർ ചെയ്യുന്ന ചില ട്രോമകളൊക്കെ ഉണ്ടാവാം. അവർ ഓവർ റിയാക്ട് ചെയ്തു. അതിനിടയ്ക്ക് ഇവരുടെ മോശം വർത്തമാനങ്ങളും കൂടെ അത് ഒരിക്കലും ഒരാൾക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. കാരണം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പുരുഷന്മാർക്കൊക്കെ എതിരെയുള്ള റേപ്പ് എലിഗേഷൻസ് ഒക്കെ കൂടുതലായിട്ടും ആളുകൾ ഉന്നയിക്കുന്നത് നാണം കെടുത്താൻ വേണ്ടിയാണ്. പിന്നെ എന്തുമായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനപ്പെട്ടതായിട്ടുണ്ടായിരുന്നത്? ആദില. ആദിൽ എന്തൊരു വെറുപ്പിക്കലാണ്. കഴിഞ്ഞ ദിവസം കുറേയധികം ആളുകൾ എന്നെ വലിയ കാര്യമായിട്ട് ഉപദേശിച്ചിരുന്നു. ആദില ചെയ്യുന്നത് ബുള്ളിയിങ് അല്ല, സുബ്രൂട്ടൻ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പുറകെ നടന്ന് അനീഷിനെ ശല്യപ്പെടുത്തുന്നത് ബുള്ളിയിങ് ആണെന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് നാണമില്ല എന്നൊക്കെ ആളുകൾ ചോദിച്ചു. നമുക്കറിയാമല്ലോ അവരുടെ ഒരു അപ്രോച്ച് എങ്ങനെയാണെന്നുള്ളത്. അവരൊരു പക്ക ബുള്ളിയാണ്. ഞാനൊക്കെ അവരുടെ ഒരു വേർഷൻ ആയിരുന്നു ഒരു കാലത്ത്. അതുകൊണ്ട് എനിക്കത് കൃത്യമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആളുകളെ അങ്ങ് മാക്സിമം പ്രൊവോക്ക് ചെയ്യുകയാണ്, അവരെ ബുള്ളി ചെയ്ത് പ്രൊവോക്ക് ചെയ്യണം. അതില്ല ഇന്ന് അനീഷിൻ്റെ അടുത്ത് കളിച്ച കളി എന്താണ്? അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ദേഷ്യമുണ്ട്, ഒരു ഹെയ്റ്റ് ഉണ്ട്. ആ ഒരു ഹെയ്റ്റ് വന്നു കഴിഞ്ഞാൽ ചുറ്റിനുള്ളതൊന്നും അവർക്ക് കാണാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോഴത്തേക്ക് അവർ ഏറ്റവും മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു ഭർത്താവ് ഭാര്യയോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെ നൂറയോട് പെരുമാറുന്നു. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. അതേപോലെ തന്നെ സുഹൃത്തുക്കൾ പറയുന്നത് കേൾക്കില്ല, എല്ലാ ആൾക്കാരോടും തിരിച്ച് വളരെ മോശമായിട്ട് പ്രതികരിച്ച് അവരവരുടെ ശരിയെന്ന് പറയുന്ന രീതിയിലുള്ള പകപോക്കലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടി. ഇനിയിപ്പോൾ വീട്ടിൽ പോകാൻ വേണ്ടിയുള്ള പ്ലാനാണോ എന്നുള്ളത് എനിക്കറിയില്ല. മടുത്തിട്ടുണ്ടാവും. ചിലപ്പം വീട്ടിൽ പോയി കഴിഞ്ഞാലും ഒരാളുണ്ടല്ലോ, കുടുംബത്തിലുള്ള ഒരാൾ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും വരാനുള്ള വരുമാനമൊക്കെ വരുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല. അതേപോലെ തന്നെ ബിഗ് ബോസിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇവർക്ക് രണ്ടുപേർക്കും കൂടെ ഒരൊറ്റ പേയ്മെൻറ്റിലാണോ കൊണ്ടുപോയത്? അവിടെ ചെന്ന് രണ്ടാക്കിയ സമയത്ത് എന്നെങ്കിൽ ഞാൻ വീട്ടിൽ പോയേക്കാം എന്ന് വിചാരിച്ച് പോരുന്നതാണോ എന്നുള്ളതും അറിയത്തില്ല. എന്തൊക്കെയാണെങ്കിലും ആ ഒരു ബിഹേവിയർ ഭയങ്കര മോശമാണ്. അവരൊക്കെ നല്ല ഗെയിമേഴ്സായിട്ട് കയറി വന്ന ആൾക്കാരല്ലേ. ഇടയ്ക്ക് ആദിൽ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ഒന്നാമത് നൂറയ്ക്കാണെങ്കിൽ സ്വന്തമായിട്ട് ബുദ്ധി ഉപയോഗിച്ച് തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ളൊരു ശേഷി പല സാഹചര്യങ്ങളിലും ഇല്ലാത്തതുപോലെ തോന്നാറുമുണ്ട്. എന്തിനാണ് ഇങ്ങനെ ആ ഒരു ഗ്രാഫ് നശിപ്പിച്ച് കളയുന്നത്? ഇനിയിപ്പോൾ ആര്യൻ എന്ന് പറയുന്നൊരു ചങ്ങായിയുണ്ട്, അയാൾ പിന്നെ പോട്ടേന്ന് വയ്ക്കാം. അയാൾ എന്ത് ചെയ്താലും അബദ്ധമാണ്. അയാളൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ജെനുവിൻ കണ്ടസ്റ്റൻ്റ് ആണ് കേട്ടോ. ആദ്യഘട്ടത്തിൽ അദ്ദേഹം റിയൽ അല്ലായിരുന്നു, ജെനുവിൻ അല്ലായിരുന്നു. ഒരു വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെക്കൻ അങ്ങ് ജെനുവിനായി, റിയലായി. ആരെന്നാ പറഞ്ഞാൽ അവന് കുഴപ്പമില്ല എന്നുള്ള മൂഡിൽ ആൾക്കാരെ വേർപ്പിച്ചും അവൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പ്രകടിപ്പിച്ചും ആസ്വദിച്ചുമൊക്കെ പുള്ളി മുന്നോട്ടേക്ക് പോവുകയാണ്. പുള്ളി നല്ല രീതിയിൽ ആസ്വദിച്ച് പോവുകയാണ്. ഇപ്പോൾ രേണു സുധിയെ പോലെ എനിക്ക് വീട്ടിൽ പോകണമെന്നോ അല്ലെങ്കിൽ പൊട്ടിക്കരയുന്ന സാഹചര്യങ്ങൾ, ഷാനവാസിനെ പോലെ പൊട്ടിക്കരയാനോ അക്ബറിനെ പോലെ പൊട്ടിക്കരയാനായിട്ടോ ഒന്നും നമ്മുടെ ഈ ആര്യൻ മെനക്കെടുന്നൊന്നുമില്ല. പുള്ളി അങ്ങ് ആസ്വദിക്കുകയാണ്. നെഗറ്റീവ് ഓർ പോസിറ്റീവ് പുള്ളി അത് ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ആസ്വദിക്കുകയാണ്. അല്ലെങ്കിൽ ഈ ജിസേലിൻ്റെ വാലായിട്ട് കൺസിഡർ ചെയ്യപ്പെടും, അല്ലെങ്കിൽ ജിസേലിൻ്റെ അടിമയായിട്ട് ആളുകൾ പറയും എന്നൊക്കെ ഏതൊരു മനുഷ്യന് തോന്നുന്ന എല്ലാ മൊമെൻറ്റിലും ഈ ആര്യം കയറി ജിസേലിനെ സപ്പോർട്ട് ചെയ്യുമോ? ഇന്ന് അക്ബറിൻ്റെ കാല് വാരിയ ഒരു മൊമെൻ്റൊക്കെ രസമായിരുന്നു. അതിൽ അക്ബർ വേറെ മൈൻഡ്. അക്ബറിനെ കുറിച്ചൊരു വേറെ ആരെങ്കിലും ഒരു ആരോപണം, ഒരു കള്ളം ഉന്നയിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ അക്ബർ അവിടെ ഹൗസ് മലത്തെ അടിച്ചേനെ. ഇവിടെ അപ്പോൾ ആര്യൻ്റെ പുറകെ നടന്നിട്ട് എടാ അങ്ങനെ പറയാവോ, ഇങ്ങനെ പറയാവോ, എന്നിട്ട് ജിസേൽ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗെയിം, ഒരു വല്ലാത്തൊരു ഗെയിം. അതിനിടയ്ക്ക് കിളി പോയൊരു മച്ചാൻ ഷാനവാസ്, ആൾക്ക് എന്താണ് ഗെയിം എന്നതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല. ജിഷിന് പെട്ടെന്നൊരു സ്വഭാവ മാറ്റം. 2 ദിവസമായിട്ട് എനിക്ക് ആ മച്ചാനെ ഇഷ്ടപ്പെടുന്നു. നമ്മൾ ഓർക്കുന്നില്ലേ, അയാൾ വന്ന ആ ഒരു ദിവസങ്ങളിലൊക്കെ ജിഷിനെ ഒരു വെറുപ്പിക്കുന്ന കഥാപാത്രമായിട്ടായിരുന്നു ഡിസ്ക്രൈബ് ചെയ്തിരുന്നത്. എപ്പിസോഡിലേക്ക് പെട്ടെന്ന് വരാം. വെളുപ്പിനെയാണേ ആദില, നൂറ, ജിസേൽ, റെന എന്നിവർ ചേർന്നിരുന്നിട്ട് എന്താണ് ആക്ച്വലി ഈ മസ്താനിയുടെ പ്രശ്നം, ലക്ഷ്മിയുടെ പ്രശ്നം, ഓനിൽ എന്താണ് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുകയാണ്. വീക്കെൻഡ് എപ്പിസോഡിൽ ഇങ്ങനെ പുതപ്പൊക്കെ എടുത്തുകൊണ്ട് വന്നൊരു ആക്ട് കാണിച്ച് ആളുകൾക്ക് കൂടുതലായിട്ടുള്ള ഉപദേശവും ശിക്ഷണവും സ്പേസും ഒക്കെ കിട്ടിയതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെയുള്ളൊരു സാധ്യത ഉപയോഗിക്കാൻ വേണ്ടിയാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ജിസേൽ നൂറെ വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് എന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെ സ്പർശിച്ചു, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണ്. ഏതായാലും അവിടെ ഒരു ഒരുമയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനുശേഷം മുന്നേ ഞാൻ പറഞ്ഞതുപോലെ ഓനിൽ കൺഫെഷൻ റൂമിലേക്ക് പോവുകയാണ്. 42 വർഷമായടാ, മറ്റേ ജോർജ് സാറ് കയറി വന്നു. 42 വർഷം അയാളുടെ പ്രായമാണ് ഓനിൽ പറയുന്നത്. 42 വർഷമായിട്ട് പുള്ളിക്കാരന് ഒരു ചീത്തപ്പേരും ഉണ്ടായിരുന്നില്ല. ബിഗ് ബോസ് വന്ന സമയത്താണ് ഒരു ചീത്തപ്പേരുണ്ടായത്. ബിഗ് ബോസിൽ ഒന്ന് ചീത്തപ്പേരുണ്ടായ ആൾ മുന്നിൽ മാത്രമല്ല, ബിഗ് ബോസിൽ വന്നിട്ടുള്ള പല ആളുകൾക്ക് ചീത്തപ്പേരുണ്ട്. ചീത്തപ്പേരുമായിട്ട് വന്ന വലിയ കുഴപ്പമില്ലാത്ത പേര് വാങ്ങിച്ചുകൊണ്ട് പോയ ഒരാൾ അഖിൽമാരാണ്.
കഴിഞ്ഞ ദിവസവും വന്നായിരുന്നു. എന്നാലും പഴയ ആ ഒരു പേര് വെച്ചിട്ട് ആളുകൾ കളിയാക്കുന്നുണ്ട്. പാവം മനുഷ്യൻ, അയാൾക്ക് ബിഗ് ബോസ് ആണ് എല്ലാം തന്നതെന്നൊക്കെ അയാൾ പറഞ്ഞു. പണ്ട് അങ്ങനെയുള്ള പരാമർശം നടത്തിയത് വിട്ട് കളയുന്നേ. ഒന്നിലാണെങ്കിൽ വീട്ടിൽ പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയൊക്കെ ഉള്ളു, അവരൊന്നും വിഷമിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് താല്പര്യമില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് ലാലേട്ടൻ അഡ്രസ്സ് ചെയ്യണം, ഇതിലൊരു ക്ലാരിറ്റി കൊണ്ടുവരണം എന്നൊക്കെ ഉള്ളതാണ് ഒനിലിൻ്റെ ആവശ്യം. എന്നിട്ട് ഒനിൽ കരയുകയാണ്. ശരിക്കും ആ ഒരു ക്ലാരിറ്റി അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഒരു ഇന്നസെൻസ് പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം അദ്ദേഹത്തിനുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കാര്യം പരിഗണിക്കേണ്ടതാണ്. അതിൽ മസ്താനി സേഫായിട്ട് മാറി. മസ്താനിക്ക് അങ്ങനെ തോന്നിയതേ ഉള്ളൂ എന്ന് പറഞ്ഞു. തോന്നുക സ്വാഭാവികമാണ്, അതിലൊരു കുഴപ്പമില്ല. ലക്ഷ്മിയാണ് ഇതിനകത്ത് പെടാൻ വേണ്ടി പോകുന്നത്. ഇതിനുശേഷം ക്യാപ്റ്റൻസി നോമിനേഷൻ, ജയിൽ നോമിനേഷൻ, അങ്ങനെ 2 പ്രധാനപ്പെട്ട നോമിനേഷൻസ് ആയിരുന്നു ഇന്നുണ്ടായിരുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ലൈവൊക്കെ കാണുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ആസ്വാദനം വേണ്ടേ? ഈ നോമിനേഷൻസിൽ പോലും വലിയ കാര്യമായിട്ടുള്ള ചേഞ്ച് ഒന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ കുറേ എപ്പിസോഡൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നോമിനേഷൻസിൻ്റെ എപ്പിസോഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നും ഒരേ തരത്തിലുള്ള പ്രശ്നങ്ങൾ. പിന്നെ വൈൽഡ് കാർഡുകൾ കുറച്ച് വന്നു എന്നുള്ളതാണ് വ്യത്യാസം. കുറച്ച് പേരെ അങ്ങ് അട്ടപ്പടലം അങ്ങോട്ട് വിടുന്നേ, ഒരു 5 പേരെ അങ്ങോട്ട് വിട്. ചുമ്മാ കുറേ ആൾക്കാർ, ചില ആൾക്കാരൊന്നും നമ്മൾ ചില ദിവസങ്ങളിൽ കാണുന്ന പോലുമില്ല. സാബുമാൻ വന്നില്ലേ, കണ്ടില്ലേ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയില്ലേ, പൊയ്ക്കൂടെ എന്ന് ചോദിക്കാൻ എനിക്ക് തോന്നുകയാണ്. കാരണം പുള്ളിക്കാരനൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. പുള്ളിക്കാരന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോയിക്കോട്ടെ. സർക്കസ് പരിപാടി നടത്തിയ അനീഷിന് ഒരാളെ ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം. നോറയ്ക്ക് തൊഴിലാളികളിലെ ഒരാളെ നോമിനേറ്റ് ചെയ്യാം. ഈ 2 കൂട്ടങ്ങളിലെയും ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയ ആളുകളെയാണ് അവർക്ക് നോമിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ. അനീഷ് സർക്കസിൽ ഏറ്റവും മികച്ച രീതിയിൽ പെരുമാറിയ, പ്രകടനം കാഴ്ചവെച്ച റെനയെ നോമിനേറ്റ് ചെയ്യുന്നു. നോറ ഒനിലിനെ നോമിനേറ്റ് ചെയ്യുന്നു. ഒനിൽ തന്ത്രങ്ങളൊക്കെ മെനഞ്ഞ്, ഈ ഫാക്ടറി പൂട്ടിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളൊക്കെ മെനഞ്ഞ് തുടങ്ങിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഒനിലിനെ നോമിനേറ്റ് ചെയ്യുന്നു. അഭിലാഷ് അനീഷിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അഭിലാഷ് പറയുന്നത് കിച്ചണിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു ഈ കപ്പ്, കഴിച്ച പാത്രങ്ങൾ, അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് അനീഷിൻ്റെ ഒരു എഫേർട്ട് എടുത്തു പറയേണ്ടത് തന്നെയായിരുന്നു. അപ്പോൾ അതിപ്പോൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യപ്പെട്ടു. പ്രവീൺ പറയുന്നത് ഷാനവാസിൻ്റെ സ്നേഹം ഒരു ഗ്രൂപ്പിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങുന്നു. ചില ആളുകളെ മാത്രം സ്നേഹിച്ച്, ചില ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഷാനവാസ് പോകുന്നുണ്ട്. അത് എല്ലാവരിലേക്കും എത്തുവാൻ വേണ്ടി ഷാനവാസിനെ ക്യാപ്റ്റനാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നെവിൻ അനീഷിനെ ക്യാപ്റ്റനാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം അനീഷ് എപ്പോഴും ഒരു അസിസ്റ്റൻറ്റ് ക്യാപ്റ്റൻ്റെ റോളിൽ ഒക്കെ നിന്നിട്ടാണ് പല കാര്യങ്ങളും നോക്കിക്കാണുന്നത്. ആ ഒരു സീരിയസ്നെസ് ഒക്കെ അദ്ദേഹത്തിനുണ്ട്. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. എഴുതി വെച്ച ചില പോയിന്റുകളായതുകൊണ്ട് ചിലത് വിട്ടുപോയി. മസ്താനി പറയുന്നത് പ്രവീണെയാണ്. കിച്ചൺ മാനേജ് ചെയ്തത് നല്ല രീതിയിലാണ്. അതേപോലെ തന്നെ പ്രവീണ് അവിടെ ഉണ്ടായിരുന്ന ഓരോ ഇഷ്യൂവും വളരെ കൃത്യമായിട്ട് പരിഹരിച്ചു. അപ്പോൾ ക്യാപ്റ്റൻസിയിലേക്കും അത് കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സാബുമാനും പ്രവീണെയാണ് പറയുന്നത് കിച്ചൺ ക്യാപ്റ്റൻസി വളരെ നന്നായിരുന്നു. ലക്ഷ്മി ഷാനവാസിനെയാണ് പറയുന്നത് പ്രവീൺ പറഞ്ഞ അതേ റീസൺ ചിലരിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നു, അപ്പോൾ അതൊന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി. ജിഷിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. നല്ല മനസ്സുള്ള ഒരു മനുഷ്യനാണ്. അതേപോലെ തന്നെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരാളാണ്. ജിസേൽ ആൻഡ് ആര്യൻ ഹ്യൂമാനിറ്റി, നല്ല മനുഷ്യൻ, നല്ല സ്വഭാവം എന്നീ മൂടൊക്കെ പിടിക്കുന്ന ആളുകളാണ്. ബിന്നി നൂറയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ഒരു ലേഡി ക്യാപ്റ്റൻ വരണം എന്നുള്ളതാണ് ബിന്നിയുടെ പ്രധാനപ്പെട്ട ആഗ്രഹം. ആര്യൻ ജിഷിനെ നോമിനേറ്റ് ചെയ്യുന്നു. ജിഷിനൊരു പാവമാണ്, ആക്ച്വലി നല്ല മനുഷ്യനാണ്. ഇവരൊക്കെ നല്ല മനുഷ്യന്മാരാണല്ലോ. അതേപോലെ തന്നെ ഇത്തിരി ആങ്കർ ഇഷ്യൂസൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ക്യാപ്റ്റനായിട്ട് വന്നു കഴിഞ്ഞാൽ ആങ്കർ ഇഷ്യൂസൊക്കെ മാറുമായിരിക്കും. അതിൽ ജിഷിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. എല്ലാവരോടും വളരെ സെറ്റായിട്ട് എല്ലാത്തിനോടും മിങ്കിൾ ചെയ്ത് എല്ലാവരും ഉൾക്കൊള്ളിച്ച് മുന്നോട്ടേക്ക് പോകുന്നതുകൊണ്ട് ജിഷിൻ. അക്ബർ ലക്ഷ്മിയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. വിരോധം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ് ലക്ഷ്മി. അപ്പോൾ ക്യാപ്റ്റൻസിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നായിരിക്കും ഉദ്ദേശിച്ചത്. റെന ജിഷിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ജിഷിൻ ഒന്നും ഉള്ളിൽ വെച്ചിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയല്ല. ഗെയിമിനെ ഗെയിമായിട്ട് നോക്കിക്കണ്ട് പക്വതയോടെ മുന്നോട്ടേക്ക് പോകും. സാബുമാനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ആ ഒരു റീസൺ എന്തായിരുന്നു? സാബുമോന് പ്രത്യേകിച്ച് റീസണൊന്നുമില്ല. അങ്ങനെയാണ് ഈ ആക്റ്റീവ് അല്ലാത്ത ആളുകളെ എല്ലാ ആഴ്ചയും ഇങ്ങനെ നോമിനേറ്റ് ചെയ്ത് പൊക്കി വിടാനായിട്ട് ശ്രമിക്കും. ഒന്നിൽ ജിഷിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. നല്ല ഒരു ആളാണ്, ക്യാപ്റ്റൻസിലേക്ക് വരാൻ യോഗ്യത ഉള്ള ഒരാളാണ്. പക്ഷേ ചിലപ്പോൾ ചില ആളുകളുടെ സ്വാധീനത്താൽ പെട്ടെന്ന് മാനിപ്പുലേറ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ അതാവരുത് എന്നുള്ളത് പറയുന്നു. ജിഷിൻ പ്രവീണെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെ 6 വോട്ടുകളോടെ ജിഷിൻ നോമിനേറ്റഡ് ആവുകയാണ്. റെനയും ഒനിലും ഓൾറെഡി ഡയറക്റ്റ് നോമിനേറ്റഡ് ആണല്ലോ. പ്രവീണ് ക്യാപ്റ്റൻസിയിലേക്ക് വരാൻ പറ്റാത്തതിൽ അതൃപ്തിയുണ്ട് പല ആളുകളും. പ്രവീൺ ഉദ്ദേശിച്ച പല ആളുകളും പ്രവീണെ എടുത്തു പറഞ്ഞില്ല. ഇതിനുശേഷം ഈ കയ്യിലുള്ള കോയിനുകളുണ്ടല്ലോ, മറ്റേ ഗോൾഡ് കോയിനുകൾ, ചില ആളുകൾക്ക് കൊടുത്തു, ചില ആളുകൾ കൊടുക്കാതെ ഒളിപ്പിച്ച് വെച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഗോൾഡ് കോയിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പണിപ്പുര ടാസ്ക് ആയിരുന്നു. ടോട്ടൽ 20 കോയിനാണ്. ലക്ഷറി വസ്തുക്കൾ
എടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു കോയിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ 20 കോയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് 20 പോയിന്റുകളാണുള്ളത്, 3 മിനിറ്റാണ് ഉള്ളത്. അപ്പോൾ ബിഗ് ബോസ് അവർക്കൊരു ടാസ്ക് കൊടുക്കുകയാണ്, നിങ്ങൾ ഈ 3 മിനിറ്റ് കൊണ്ട് ആലോചിച്ചിട്ട് ഏതൊക്കെ സാധനങ്ങൾ എടുക്കണം എന്നുള്ളത് പ്ലാൻ ചെയ്യണം. ഇപ്പോൾ ഇവരിങ്ങനെ പല രീതിയിൽ പ്ലാൻ ചെയ്യുന്നു, ചാടിക്കയറി എല്ലാം എടുത്തുകൊണ്ട് വരാം എന്നിട്ട് ആലോചിക്കാം എന്നുള്ള രീതിയിലേക്കൊക്കെയാണ്. അങ്ങനെ എല്ലാവരും കൂടെ കയറുകയാണ്. അതിൽ നമ്മുടെ നിവിൻ അവിടെ അങ്ങ് നിൽക്കുകയാണ്. എല്ലാവരും ചാടി ഇറങ്ങിയിട്ട് നിവിൻ അതിനകത്ത് പ്രതികാരം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം നിവിൻ ഒരു കോയിനെ കിട്ടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പ്രതികാരം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഏതായാലും 2:59 സെക്കൻഡിൽ നിവിൻ പുറത്തേക്ക് ചാടി ഇറങ്ങി. ഇതിനുശേഷം ആര്യനാകെ മൊത്തത്തിൽ കുണ്ഠിതപ്പെട്ട് അതിൽ നടക്കുകയാണ്. ഈ കോയിൻസ് അത് ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ അധികം ലക്ഷറി പ്രൊഡക്റ്റുകളൊന്നും കിട്ടിയില്ല, ഭക്ഷണമൊന്നും വലിയ കാര്യമായിട്ട് കിട്ടിയില്ല, കുറച്ച് അളവേ കിട്ടിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു നഷ്ടം ഉണ്ടാക്കിയ ആളുകൾക്ക് ലക്ഷറി ഭക്ഷണ സാധനങ്ങൾ കൊടുക്കേണ്ട എന്നുള്ളതാണ് ആര്യൻകൂട്ടൻ്റെ ഒരു പിടിവാശിയും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെയാണ്. ചിലത് പോയിന്റുകളൊക്കെയാണ്, പക്ഷെ അങ്ങനെയുള്ളൊരു പോയിന്റുകൾ ഇപ്പോൾ മലയാളത്തിൽ ബിഗ് ബോസ് ഒക്കെ കാണുന്ന ആളുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് ഇമോഷണൽ അല്ലേ. അപ്പം ആര്യൻ പറയുന്നത് ഇങ്ങനെയാണ്, ഇപ്പോൾ ഇവർ ഷാനവാസൊക്കെ 5 കോയിനൊക്കെ ഒളിപ്പിച്ച് വെച്ചു. ഇപ്പോൾ ഈ കോയിനുകളൊക്കെ ഒളിപ്പിച്ചിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുകയായിരുന്നു എന്നുണ്ടെങ്കിൽ, ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടുകയായിരുന്നു എന്നുണ്ടെങ്കിൽ അവരാരെങ്കിലുമൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ലക്ഷറി ബഡ്ജറ്റ് സാധനങ്ങളും ആരുമായിട്ട് ഷെയർ ചെയ്യണ്ട. എന്നാൽ അനു, നൂറ എന്നിവരൊന്നും ഇതിനോട് യോജിക്കുന്നില്ല. അനു പറയുന്നത് ഭക്ഷണത്തിൻ്റെ കണക്ക് പറയില്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെയാണ്. അനുവും കാര്യമായിട്ട് കണക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാഹചര്യത്തിനനുസരിച്ചിട്ട് ഇവർ മാറും. എന്നാൽ അനു നല്ലൊരു പോയിന്റ് പറഞ്ഞു നമ്മുടെ ആര്യനെതിരെ. ഈ പോയിന്റ് കളഞ്ഞതിനെ കുറിച്ചിട്ടൊന്നും വലിയ ഡയലോഗ് അടിക്കേണ്ട, തല മുട്ടയടിച്ച് കഴിഞ്ഞാൽ 1000 പോയിന്റ് കിട്ടിയേനെ, അത് നഷ്ടപ്പെടുത്തിയ ആളല്ലേ ആര്യൻ. ആര്യന് മുണ്ടാട്ടം മുട്ടിപ്പോയി. അപ്പോൾ അത് ആ ഒരു ഡിസ്കഷൻ അത് അങ്ങനെ കഴിഞ്ഞു. ഇതിനുശേഷം ജയിൽ നോമിനേഷൻസ് ആണ്. അനീഷ് ജിസേലിനെ നോമിനേറ്റ് ചെയ്യുന്നു. ജിസേലാണല്ലോ വാഷ്റൂമിൻ്റെ ഏരിയയൊക്കെ വൃത്തിയാക്കാനായിട്ട് ഏറ്റ ആൾ. അപ്പോൾ അതൊന്നും അത്ര വൃത്തിയല്ല എന്നുള്ളതാണ് അനീഷ് പറയുന്നത്. അപ്പോൾ ജിസേൽ വൈകാരികമായിട്ട് എൻ്റെ കയ്യിൽ സ്റ്റിച്ചസ് ആണ്, എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈ ജിസേലിൻ്റെ കയ്യിൽ സ്റ്റിച്ചസ് ആണ്, കയ്യിലൊക്കെ മുറിവുണ്ട് എന്ന് പറഞ്ഞാലും വെസൽ ടീമിൽ ആര്യൻ്റെയൊക്കെ പാത്രം കഴുകുന്നുള്ളതിനെ കുറിച്ചിട്ടും ആളുകൾ പറയുന്നുണ്ട്. അതിനുശേഷം അനുമോളെ നോമിനേറ്റ് ചെയ്യുന്നു. ഈ ജിസേൽ ആൻഡ് അനുമോൾ എപ്പോഴും കിച്ചണിലാണല്ലോ. അനീഷ് ഇതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഷാനവാസ് മസ്താനി നോമിനേറ്റ് ചെയ്യുന്നതാണ്. മസ്താനി എടാ പോടാ എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോഴത്തേക്ക് മസ്താനി ശരിടാ അങ്ങനെടാ എന്നൊക്കെ പറയുമ്പോഴത്തേന് ഷാനവാസ് മസ്താനിയുടെ വീട്ടുകാരെ വിളിക്കുന്നു. വീട്ടുകാരെ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരെ കൊണ്ടുവരിക, ഫാമിലി വീക്ക്, വീട്ടുകാരെ തെറിയേൽപ്പിക്കുക എന്നതൊക്കെ ഓരോ സീസണുകളിലും ഇങ്ങനെ കൂടിക്കൂടി വരുന്നൊരു പരിപാടിയാണ്. ഇത്തവണ വീട്ടുകാർക്കാർക്ക് സമാധാനമില്ല, എപ്പോഴും സ്മരിക്കപ്പെടും. അങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ്. ഒന്നിൽ ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്യുന്നു. മിസ് ആൻഡ്രിസിസം എന്നുള്ള ഒരു സംഭവമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുരുഷ വിരുദ്ധത എന്നുള്ളതല്ലേ അതിനെക്കുറിച്ചിട്ട് പറയുന്നത്. എന്താണെങ്കിലും അങ്ങനെയാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതേപോലെ തന്നെ ചീപ്പായിട്ടുള്ള ടാക്ടിക്സ് ഉപയോഗിച്ചിട്ട് ഗെയിം കളിക്കുന്നു. പിന്നെ നെവിനെ നോമിനേറ്റ് ചെയ്യുന്നു. ബാത്റൂമിൻ്റെ ആ ഒരു വൃത്തിയാക്കലുമായി ബന്ധപ്പെട്ട അതൃപ്തിയാണ്. അക്ബർ ജിസേലിനെ നോമിനേറ്റ് ചെയ്യുന്നു. ഇഞ്ചുറി ആയിരുന്നപ്പോഴും ആര്യൻ, നിവിൻ എന്നിവരുടെ പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ടായിരുന്നു. പിന്നീട് നോമിനേറ്റ് ചെയ്യുന്നത് ലക്ഷ്മിയാണ്. ബെടക്കാക്കി തനിക്കാക്കുന്ന രീതിയിലേക്ക് മസ്താനയുടെ ആ ഒരു ഇഷ്യൂ ഒനിലിനെതിരെ എടുത്തുപയോഗിച്ചതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അനുമോള് ലക്ഷ്മിയെയും അതേപോലെ തന്നെ ജിസേലിനെയും നോമിനേറ്റ് ചെയ്യുന്നു. സെയിം കാരണങ്ങളൊക്കെ തന്നെയാണ്. റെന ലക്ഷ്മിയെയും ജിസേലിനെയും നോമിനേറ്റ് ചെയ്യുന്നു. ബിന്നി ജിസേലിനെയും ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്യുന്നു. സെയിം റീസൺസ് ഒക്കെ തന്നെയാണ്. നൂറ ജിസേൽ ആൻഡ് ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്യുന്നു. ഇതിനുശേഷം ആര്യൻ ഒരു നമ്പർ അടിച്ച് അങ്ങടേക്ക് വരികയാണ്. പറ്റിയ റീസൺസ് വെച്ച് ജിസേലിന് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ജയിൽ നോമിനേറ്റ് ചെയ്യാൻ ഞങ്ങൾ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തതാണ്. അക്ബർ ഉണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞു. ഏതായാലും ഇവിടെ ഒരു ചെറിയ കശപിശയൊക്കെ ഉണ്ടാവുന്നുണ്ട്. എന്നിട്ട് ആര്യൻ നോമിനേറ്റ് ചെയ്യുന്നത് അനീഷിനെയും അതേപോലെ തന്നെ ലക്ഷ്മിയൊക്കെയാണ്. ജിസേൽ ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്യുന്നു. മസ്താനിയെ നോമിനേറ്റ് ചെയ്യുന്നു. ലക്ഷ്മി മസ്താനിയെ നോമിനേറ്റ് ചെയ്യുന്നു. എടാ പോടാ വിളിയൊക്കെയാണ് പറയുന്നത്. അക്ബറുടെ സ്ത്രീ വിരുദ്ധതയ്ക്ക് എതിരെ നോമിനേഷൻ കൊടുക്കുന്നു. മസ്താനി അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്നു. കൂടെ നിർത്തി അപ്പാനി ഔട്ടാക്കിയ കാര്യത്തെക്കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. എന്നോ അതിപ്പോൾ മസ്താനി വന്നപ്പം പ്ലാൻ ചെയ്ത ഗെയിമല്ലേ. സ്ത്രീ വിരുദ്ധതയെക്കുറിച്ചിട്ട് എടുത്തു പറയുന്നുണ്ട്. അതേപോലെ തന്നെ ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. പറയാൻ പാടില്ലാത്ത, പബ്ലിക് ആക്കാൻ താല്പര്യമില്ലാതിരുന്നൊരു കാര്യം പുറത്താക്കിയതിനെ കുറിച്ചിട്ട് പറയുന്നു. അതിനുശേഷം നെവിൻ ഇന്നലത്തെ ലക്ഷ്മിയുടെ പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയുകയാണ്. ഒനിലിനെ ഇത്രയധികം ആളുകളുടെ മുമ്പിൽ അപമാനിച്ച ആ ഒരു സാഹചര്യത്തെ കുറിച്ചിട്ട് പറയുകയാണ്. അതിനുശേഷം ആദിലെ നോമിനേറ്റ് ചെയ്യുന്നു. ആദിലെ നൂറയുടെ നിഴലായി മാത്രം മാറുന്ന ഒരാളാണ് എന്നുള്ള ആരോപണമാണ് നെവിനുള്ളത്. സാബുമോൻ അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ അനുമോളെ ഹിപ്പോക്രേറ്റ് എന്ന് വിളിച്ചിട്ട് നോമിനേറ്റ് ചെയ്യുന്നു. കാരണം ബാക്കിയുള്ള ആളുകൾ ഭക്ഷണ സാധനങ്ങൾ എടുക്കുന്നതിനെ കുറ്റം പറഞ്ഞ് അനു ക്യാരറ്റ് എടുത്ത് കഴിച്ചതിനെ കുറിച്ചിട്ടാണ് സാബുമാൻ ഉദ്ദേശിക്കുന്നത്. സാബുമാൻ കുഞ്ഞ് ഗെയിം. സാബുമാനും അങ്ങനെ വേറെ വലിയ പരിപാടികളൊന്നുമില്ല. ജിഷിൻ അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നു.
ഗെയിമിലെ മോശം ബിഹേവിയറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നു, 5 ഗോൾഡ് കോയിൻ വേസ്റ്റാക്കി കളഞ്ഞു. അഭിലാഷ് ജിസേലിനെ നോമിനേറ്റ് ചെയ്യുന്നു, ടോയ്ലറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്യുന്നു, ആ ഒരു ഒനിലിൻ്റെ ഇഷ്യൂ ആണ്. പ്രവീൺ ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ ജിസേലിനെ നോമിനേറ്റ് ചെയ്യുന്നു, ബാത്റൂമിൻ്റെ ആ ഒരു കാര്യമാണ്. ലക്ഷ്മിയുടെ സെയിം റീസൺ. 8 വോട്ടുകളുമായി ജിസേൽ, 14 വോട്ടുകളുമായിട്ട് ലക്ഷ്മി ജയിലിലേക്ക് പോകാനായിട്ട് റെഡിയായി. ഇതിനുശേഷം ആ ഒരു വോട്ടിങ്ങിൻ്റെ സമയത്ത് ഇങ്ങനൊരു പ്ലാൻ തങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് വെറുതെ അടിച്ചു വിട്ട ആര്യൻ്റെ പുറകെ അക്ബർ നടക്കുകയാണ്. ജിസേലിന് നല്ല പണക്കമുണ്ട്. അക്ബർ തനിക്കെതിരെ നോമിനേഷൻ കൊടുത്തതിൽ ജിസേൽ പണങ്ങിയെന്ന് മനസ്സിലായപ്പോഴത്തേന് അക്ബറിൻ്റെ എല്ലാ കാലിബറും പോയി. അപ്പം ജിസേലുമായി എങ്ങനെയെങ്കിലും രമ്യതയിലെത്താൻ വേണ്ടിയുള്ള പിറകെ നടക്കലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിനുശേഷം ബർജർ പെയിൻസിൻ്റെ ഒരു ടാസ്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാനത് കണ്ടില്ല. ആക്ച്വലി സ്പോൺസർ ടാസ്ക് ആയതുകൊണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാനത് കണ്ടില്ല. പിന്നീട് ജിസേൽ ആൻഡ് ലക്ഷ്മി ജയിൽ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ജയിലിൽ പോവുകയാണ്. അവർക്കൊരു ടാസ്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ മുന്നിൽ വന്നിരിക്കുന്ന ആളുകളെ കളിമണ്ണിൽ പ്രതിമയാക്കി എടുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ടാസ്ക്. ഇതിനുശേഷം ആദില, നൂറ, അനു എന്നിവരൊക്കെ നാരങ്ങാവെള്ളം ഉണ്ടാക്കുന്ന വിഷ്വൽസ് കാണിക്കുകയുണ്ടായി. എന്തൊക്കെ ആദർശങ്ങൾ പറഞ്ഞാലും മറ്റേ അനുവിൻ്റെ പണ്ടത്തെ പട്ടിണി ഗെയിം പോലെയാണ്. നിരാഹാരമല്ല, നിരന്തരാഹാരം എന്നൊക്കെ പറയുന്ന പരിപാടിയാണ്. കിച്ചണിൽ കയറലെന്ന് പറഞ്ഞാൽ ഒരു നാണമില്ലാതെ ഇവരെല്ലാം കൂടെ അതിനകത്ത് എപ്പോഴും കയറി സാധനങ്ങളൊക്കെ അടിച്ച് മാറ്റും. എന്നിട്ട് അത് നോമിനേഷനിൽ വന്നിട്ട് പറയും. എല്ലാവരും ഒരേപോലെ ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ട് മറ്റൊരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതിൽ എന്ത് ഗെയിമാണുള്ളത്? ശരിയാണ്, അഭിലാഷൊന്നും പിന്നെ അങ്ങനെ കയറി കഴിക്കുന്ന കണ്ടിട്ടില്ല. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ ബാക്കി എല്ലാവരും കഴിക്കും. പിന്നീട് ആദില പാത്രം കഴുകാത്തതുമായി ബന്ധപ്പെട്ട അനീഷിൻ്റെ ഒരു അതൃപ്തി ആദിലയെ വെറുപ്പിക്കുന്നു. അപ്പോൾ തിരിച്ച് ആദില വെറുപ്പിക്കുന്നു. അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഹൗസിലെ ഡ്യൂട്ടികൾ, ഏൽപ്പിച്ചിട്ടുള്ള ഡ്യൂട്ടികൾ, അതൊന്ന് വൃത്തിയായിട്ട് ചെയ്യാൻ വേണ്ടി കണ്ടസ്റ്റൻസിനോട് എങ്ങനെയെങ്കിലുമൊക്കെ പറയണം. അത് ചെയ്തിട്ട് ഒരു ഗെയിം കളിക്കാനായിട്ട് നോക്ക്. ഇതിപ്പോൾ ആ പണി ചെയ്യാതിരിക്കുന്നത് ഒരു ഗെയിം കാണുന്ന ആളുകൾക്ക് ബോറടിക്കില്ലേ? വീട്ടിലെല്ലാവരും കൂടെ താമസിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന കുറച്ച് കോമൺ പണികൾ അത് ചെയ്യണം. അത് ചെയ്യാത്ത ആളുകൾ അവിടെ നിലനിർത്താത്ത രീതിയിലേക്ക് എന്തെങ്കിലുമൊക്കെ ബിഗ് ബോസ് ആക്ഷൻ എടുക്കണം. അത് ചെയ്യുന്നതും അത് ചെയ്യാത്തതും അതുമായി ബന്ധപ്പെട്ട വാക്തർക്കങ്ങളും എല്ലാ ദിവസവും എങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റും? എന്നും കിച്ചണിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരടി, പാത്രം കഴുകുമായി ബന്ധപ്പെട്ട ഒരടി, ബാത്റൂം ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട ഒരടി, ഇതും പറഞ്ഞൊരു നോമിനേഷൻ, ഇതും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കം. ഈ വീട്ടുജോലികൾ വെച്ചിട്ടുള്ള അടിയാണോ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്? ചിലപ്പോൾ ബിഗ് ബോസ് എന്നുള്ളതാണല്ലോ, ബിഗ് ബോസ് ഹൗസ് എന്നുള്ളതാണല്ലോ. അപ്പോൾ ഈ വീട്ടുജോലികളാണല്ലോ പ്രാധാന്യം, വെറുതെ വീട്ടിലിരിക്കല്ലേ എന്നുള്ളതായിരിക്കുമല്ലോ. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.